ശരി, ശ്രീ കേൽകുമാർ, ഈ തുക കൊടുത്തിട്ടില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. ഇത് 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 എസ്റ്റിമേറ്റ് ആണെന്നും കേന്ദ്രത്തിനടുത്ത് മെമ്മോറാണെന്നും നമുക്കറിയാം. പക്ഷേ ട്രാൻസ്പോർട്ടേഷൻ വോളണ്ടിയേഴ്സ് ആൻഡ് ട്രൂപ്സ് ബൈ റോഡ് 4 കോടി, ഫുഡ് ആൻഡ് വാട്ടർ സപ്ലൈ ഫോർ വോളണ്ടിയേഴ്സ് ആൻഡ് ട്രൂപ്സ് 10 കോടി. എവിടുന്ന്? എന്ത് 10 കോടി? ഒരു മൃതദേഹം സംസ്കരണം 75,000. എവിടുന്ന് 75,000? കൺസ്ട്രക്ഷൻ ഓഫ് ബെയിലി ബ്രിഡ്ജ്, അലീഡ് വർക്ക് ബ്രാക്കറ്റിൽ ആക്ച്വൽസ് 1 കോടി. ഏതൊരു കോടി? പ്രൊക്യൂർമെന്റ് ഓഫ് ടോർച്ചസ്, റെയിൻകോട്ട്സ്, അംബ്രല്ല ആൻഡ് ഗംബൂട്ട്സ് ആക്ച്വൽസ് 2,98,000 രൂപ. സാറേ, ഇത് കേന്ദ്രത്തിന് മെമ്മോറാണ്ടമായിട്ട് കൊടുക്കുന്നതാണെങ്കിലും വാസ്തവമായി നേരിയ തോതിലെങ്കിലും ചേർന്ന് നിൽക്കേണ്ട സുനിൽകുമാർ. ഈ കേരളം ഒരു ഭ്രാന്താലയമാണെന്ന് പണ്ട് വിവേകാനന്ദ സ്വാമികൾ പറഞ്ഞിട്ടുണ്ട്. ഇന്ന് കേരളത്തെ ഭ്രാന്താലയമാക്കിക്കൊണ്ടിരിക്കുന്നത് വ്യാജ വാർത്ത സൃഷ്ടിക്കുന്ന മാധ്യമങ്ങളാണ് എന്ന കാര്യത്തിലൊരു സംശയമില്ല. രാവിലെ മുതൽ കല്ലുരുട്ട് മുകളിലേക്ക് കയറ്റിയിട്ട് വൈകുന്നേരം ആ കല്ല് താഴെയിട്ട് പൊട്ടിച്ചിരിക്കുന്ന പോലെയാണ് ഇന്നിപ്പോൾ പല്ലും വാർത്ത തിരുത്തിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളിപ്പോൾ മറികടന്നൊരു പ്രധാനപ്പെട്ട ചാനൽ തിരുത്തുമെന്ന് ഞാൻ കേട്ടിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. നിങ്ങളങ്ങനെ തിരുത്തിയെന്ന് എനിക്കറിയില്ല. സത്യത്തിൽ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിൽ ആ ജഡ്ജ്മെൻറ്റ് വായിച്ചിട്ട് വാർത്ത വായിക്കണമായിരുന്നു. മാധ്യമപ്രവർത്തകർക്ക് കോടതി വിധി വായിക്കാൻ പാടില്ല എന്നൊന്നും എവിടെയും പറഞ്ഞിട്ടില്ല. ആ കോടതിയിൽ എന്താണ് കൊടുത്തത് എന്നും അതിൻ്റെ ഭാഗമായി എന്താണ് കോടതി പറഞ്ഞത് എന്നും വായിച്ചു നോക്കിയിരുന്നെങ്കിൽ ഇങ്ങനൊരു വ്യാജ വാർത്ത സൃഷ്ടിക്കുമായിരുന്നില്ല. ഇല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട ആരോടെങ്കിലും ഒരാളെ വിളിച്ച്, ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ആരെങ്കിലും ഒരാളെ വിളിച്ച് എന്താണ് സംഭവിക്കുന്നത്, നിങ്ങൾ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് ചോദിച്ചാൽ ഇന്നോളം പറയുമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇന്ന് ചർച്ച ചെയ്യേണ്ടിയിരുന്നത് യഥാർത്ഥ വിഷയം എന്താണ്. കേരളത്തിന് ഇത്രയും ദിവസമായിട്ടും ഒരു നാണയത്തൊട്ട് തരാൻ കേന്ദ്ര സർക്കാർ തയ്യാറായിട്ടില്ല. ഞാൻ മനസ്സിലാക്കുന്നത് ആന്ധ്രയ്ക്കും തെലുങ്കാനയ്ക്കും 32 പേർ മരണപ്പെട്ട ദുരന്തം ആഗസ്റ്റ് മാസത്തിലുണ്ടായി. അവർക്ക് കൊടുത്തത് 3,448 കോടിയാണ്. ഹാഷ്മി ഇപ്പം ഞങ്ങളെ വിചാരണ ചെയ്യാനൂടെ എന്നോട് ചോദിക്കുന്ന പോലെ ഏത് കണക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ 3,448 കോടി കൊടുത്തത്? നിങ്ങൾ ഏതെങ്കിലും കണക്ക് കാണിക്കാമോ? ആന്ധ്രയുടെയോ അല്ലെ തെലുങ്കാനയുടെയോ ദുരന്ത നിവാരണ അതോറിറ്റി നിയമപ്രകാരം കേന്ദ്രത്തിന് ഒരു മെമ്മോറാണ്ടം കൊടുത്തിട്ടാണ് ഈ കാശ് കൊടുത്തത്? അങ്ങനെയാണ് സന്ദീപായിട്ട് പറയട്ടെ. മന്ത്രി ശിവരാജ് സിംഗ് ചൗഹാൻ, അദ്ദേഹത്തിൻ്റെ മന്ത്രിയാണല്ലോ, അവർ നിവേദനം തന്നു 7,000 കോടി ഞങ്ങൾ 3,448 അപ്പം കൊടുത്തു. രൊക്കം കൊടുക്കുകയാണ്. ഏത് കണക്കിൻ്റെ അടിസ്ഥാനത്തിൽ? അവിടെ കൊള്ളയില്ലേ? അവിടെ അഴിമതിയില്ലേ? അഴിമതിക്കും കൊള്ളയ്ക്കും ഒക്കെ പേര് കേട്ടത് നിങ്ങളുടെ സർക്കാരുകൾ. അത് വേറെ കണക്ക് ഞാൻ പിന്നെ പറയാം. രണ്ടാമത്, കേരളത്തിൽ 2018 പ്രളയം ഉണ്ടായിക്കഴിഞ്ഞ് ഈ വിമാനത്തെ വന്നിട്ട് ഹെലികോപ്റ്റർ വന്നിട്ട് രക്ഷപ്പെടുത്തിയല്ലോ. അതിൻ്റെ ബില്ലാരാ വാങ്ങിച്ചത്? കാശ് വാങ്ങിച്ചത് 147 കോടി രൂപ. പ്രളയകാലം വന്നപ്പോൾ ഇവിടെ അരി കൊടുക്കുമെന്ന് പറഞ്ഞ് പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചിട്ട് പോയി. 204 കോടി രൂപ വരച്ചവരെ വെപ്പിച്ചു. എസ്റ്റിമേറ്റ് ഉണ്ടായിരുന്നോ? ഇത്തരമൊരു പശ്ചാത്തലത്തിൽ ഇന്ത്യ രാജ്യത്ത് ദുരന്തമുണ്ടാകുമ്പോൾ ഒരു തരത്തിലും കേരളത്തോട് സഹകരിക്കാത്തൊരു കേന്ദ്ര സർക്കാർ, അതിന് കേരളത്തിൽ നിന്ന് ജയിച്ചു പോയൊരു കേന്ദ്രമന്ത്രിയോടത് പത്രക്കാർ ചോദിച്ചപ്പോൾ മാധ്യമങ്ങളെ ഉലയാട്ടി വിടുന്നൊരു കേന്ദ്രമന്ത്രിയെ കണ്ടില്ലേ? നിങ്ങൾ മുഖ്യമന്ത്രിയോട് പോയി ചോദിക്കണം. ഈ മുഖ്യമന്ത്രി ഡൽഹിയിൽ ചെന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ കണ്ടിട്ടാണ് കഴിഞ്ഞ 17-ാം തീയതി ഒരാഴ്ച മുന്നേ നിവേദനം കൊടുത്തിട്ട് പറഞ്ഞത് ഇത്ര കോടി രൂപയുടെ നഷ്ടമുണ്ട്, കേരളത്തോടൊപ്പം നിൽക്കണം. ആ കൊച്ചു കുഞ്ഞ് കണ്ണാടിയെ പിടിച്ച് പൊട്ടിച്ചിരിച്ച് ബഹുമാനപ്പെട്ട നരേന്ദ്രമോദി അതൊരു PR വർക്കിന് വേണ്ടി ഉപയോഗിച്ചില്ലേ? വയനാട്ടിലെ അനാഥമായി തീർന്ന ആ ജനങ്ങളുടെ നടുവിലേക്ക് വന്ന ഒരു കേന്ദ്രം 5 നയാ പൈസ പ്രഖ്യാപിച്ചില്ല എന്നത് ശരിയാണ്, മുന്നിൽ അത് പ്രഖ്യാപിക്കേണ്ടതുമാണ്. പക്ഷേ സുനിൽകുമാർ, ഈ സന്ദീപ് വാര്യർ നേരത്തെ പറഞ്ഞ ആ ചോദ്യത്തിനോട് മറുപടി കൊടുക്കൂ. അല്ലെങ്കിൽ രാവിലെ മുതൽ ഈ വാർത്ത അത്രത്തോളം സെൻസിറ്റീവ് ആകാൻ ഇടയായ കാരണത്തെ കുറിച്ചുകൂടി മറുപടി കൊടുക്കൂ. സുനിൽകുമാർ, അവിടെ ആ ദിവസങ്ങൾ ഭക്ഷണം കൊടുത്തതൊക്കെ സന്നദ്ധ പ്രവർത്തകരാണ്. ആ സന്നദ്ധ പ്രവർത്തകർക്ക് 5 പൈസ കൊടുത്തിട്ടില്ല, ഇതുവരെ കൊടുത്തിട്ടില്ല. അവിടെ ഈ പറയുന്ന തെർമൽ ഡ്രോൺ ഉപയോഗിച്ചു 3 കോടി രൂപ എഴുതി വെച്ചിരിക്കുകയാണ്. 5 പൈസ ഈ പറയുന്ന ഡ്രോൺ കമ്പനിക്ക് ഇതുവരെ കൊടുത്തിട്ടില്ല. ഇത് കേന്ദ്രത്തിലേക്ക് കൊടുക്കേണ്ട പണമാണെങ്കിലും വസ്തുതയോട് ചേർന്ന് നിൽക്കേണ്ടതാവണ്ടേ സാർ? നമ്മുടെ ചാനൽ ചർച്ച ക്ലെയിം ഞാൻ പറയട്ടെ എന്താ നടന്നതെന്ന്. ഞാൻ പറയട്ടെപ്പാ, നിങ്ങൾ എവിടുന്ന് ഈ വ്യാജ വാർത്ത ചമച്ചു? അതാ എൻ്റെ ചോദ്യം. നിങ്ങൾക്ക് വ്യാജ വാർത്ത ചമയ്ക്കാൻ കിട്ടിയത് ബഹുമാനപ്പെട്ട ഹൈക്കോടതി കൊടുത്ത നിവേദനമല്ലേ? അതെ. ആ നിവേദനം കേന്ദ്രത്തിലേക്ക് കൊടുത്താൽ കേന്ദ്ര സർക്കാർ അത് ഒത്തുനോക്കത്തില്ലേ? ആ നിവേദനം കേന്ദ്ര സർക്കാരിൻ്റെ ഉദ്യോഗസ്ഥന്മാരും കേരള സർക്കാരിൻ്റെ ഉദ്യോഗസ്ഥന്മാരും കൂടെ ഇരുന്നിട്ടില്ലേ ക്ലെയിം ചെയ്യുന്നത്? അപ്പോഴല്ലേ സെറ്റിൽമെൻറ്റ് ഉണ്ടാക്കുന്നത്?
ആ സെറ്റിൽമെൻറ്റ് കൊടുക്കുമ്പോഴാണ് ആക്ച്വൽ ബില്ലിലേക്ക് വരേണ്ടി വരിക. ആക്ച്വൽ ബില്ല് എപ്പോൾ ഉണ്ടാകും? യഥാർത്ഥത്തിൽ ഇത് തയ്യാറാക്കുന്നത് ആഗസ്റ്റ് 9-നാണ്. 30-ാം തീയതി ദുരന്തം ഉണ്ടായി. ഞാൻ പറയുന്നു ആഗസ്റ്റ് 9-ന് കൊല്ലപ്പെട്ട മുഴുവൻ പേരുടെ എണ്ണം കിട്ടിയോ? നിങ്ങളൊരു മൃതദേഹ അടക്കം ചെയ്യുന്നൊരു ചിലവ് 75,000 എഴുതി വെച്ച് കൂടിപ്പോയെന്ന് പറയുന്നു. അവിടെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് അടക്കാനല്ല, അവരുടെ വീടെല്ലാം ഒലിച്ചു പോയി, സ്ഥലമില്ല. അവിടെ എവിടെ കൊണ്ട് അടക്കും? ചിലപ്പോൾ സ്ഥലം വാങ്ങിച്ച് അടക്കേണ്ടി വരും. 3 പ്രദേശം ഒലിച്ചു പോയിരിക്കുക. ചിലപ്പോൾ വില കൊടുത്ത് വാങ്ങിക്കേണ്ടി വരും. ചിലപ്പോൾ ഉദ്യോഗസ്ഥന്മാർ അങ്ങനെ കണക്ക് കൂട്ടി കാണും. ഞാൻ പറയട്ടെ സാർ, ഹാഷ്മി, ഒരു കാര്യം ഞാൻ പറയാം കേട്ടോ, ഇനി എന്നെ പറയാൻ അനുവദിക്കണം. ഇല്ല, നടക്കത്തില്ല ഈ പരിപാടി. അപ്പോൾ ഒരു പകൽ മുഴുവൻ നിങ്ങൾ കള്ളം പ്രചരിപ്പിച്ചിട്ട് സത്യമായിട്ട് അതിലുള്ളൊരു കാര്യം പറയാൻ നിങ്ങൾ സമ്മതിക്കല്ലേ? ഞാൻ ഒരു കണക്കിനെ കുറിച്ചും പറയുന്നില്ല. എവിടുന്ന് കിട്ടി ബെയിലി പാലത്തിന് 1 കോടി രൂപ? ബെയിലി പാലത്തിന് കേന്ദ്ര സർക്കാർ പിന്നീട് ബില്ല് കൊടുക്കുന്ന കേരളം കണ്ടിട്ടുണ്ട്. അപ്പോൾ അവർ പണം അനുവദിക്കുമ്പോൾ, ദുരന്ത നിവാരണത്തിൽ പണം അനുവദിക്കുമ്പോൾ ബെയിലി പാലത്തിന് പണം കൊടുക്കേണ്ടി വരും. ബെയിലി പാലം എവിടുന്നാണ് വന്നത്? ഞാൻ തൊട്ട് മുമ്പ് ഒരു ചാനലിൽ ഒരാൾ പറയുന്നത് കേട്ടു, അവിടെ 4 കല്ലടിക്കുന്ന 1 കോടിയാണെന്ന് ഒരാൾ ചോദിക്കുന്നത് കേട്ടു. സത്യം എന്താണ്? ഈ ബെയിലി പാലം വന്നത് വിമാനത്തിലാണോ? പ്രത്യേക വിമാനത്തിലാണോ? എത്ര വിമാനത്തിലാണ്? 4 വിമാനത്തിൽ. അതിന് കൂലി കൊടുക്കണോ? അതിന് പട്ടാളത്തിന് പൈസ അങ്ങോട്ട് കൊടുക്കണോ? അത് ദുരന്ത നിവാരണ ഫണ്ടിൽ നിന്നല്ലേ കൊടുക്കേണ്ടത്? ആ സൈന്യത്തിന് കൈമാറുന്നതിന് വേണ്ടി കണക്കുണ്ടാക്കുമ്പോൾ 1 കോടി ഉദ്യോഗസ്ഥന്മാർ ആഗസ്റ്റ് 9-ന് തയ്യാറാക്കിയെന്ന് പറഞ്ഞാൽ ബില്ല് കിട്ടി തയ്യാറാക്കിയ കാശാത്. പിന്നെ റോഡിന് വേണ്ടി കണക്കാക്കിയിട്ടുണ്ട് ഇതിനകത്ത്. നിങ്ങൾ ആ കോടതി വിധി വായിച്ചു നോക്കി. ഈ മെമ്മോറണ്ടത്തിൽ ഇത്ര കിലോമീറ്റർ റോഡ് പോയി, ഉദ്ദേശം ഇത്ര രൂപ ചിലവ് വരും. റോഡ് പണിത് കഴിഞ്ഞോ? ഇത്ര സ്കൂൾ കെട്ടിടം പോയി, ഉദ്ദേശം എത്ര രൂപ ചിലവ് വരും. നിങ്ങൾ അത് പണിത് കഴിഞ്ഞോ? പാലം എത്ര എണ്ണം പോയി, ആ പാലം പോയതിന് പണം കണക്കാക്കി, അത് പണിത് കഴിഞ്ഞോ? എസ്റ്റിമേറ്റ് ഉണ്ടാക്കി കഴിഞ്ഞോ? ഇത് ബഹുമാനപ്പെട്ട ശ്രീകണ്ഠൻ നായരാണെങ്കിലും മറ്റേതൊരു മാധ്യമപ്രവർത്തകനാണെങ്കിലും ഇത് വായിച്ചു നോക്കുമ്പോൾ ഇത് എസ്റ്റിമേറ്റ് മാത്രമാണെന്നും ഉദ്യോഗസ്ഥന്മാർ ആഗസ്റ്റ് 9-ാം തീയതി ഒരു കാര്യം മനസ്സിലാക്കണം, അവിടെ വളണ്ടിയർമാരായിട്ട് വർക്ക് ചെയ്യുകയോ അല്ലെങ്കിൽ അവിടുത്തെ ഏതെങ്കിലും ക്യാമ്പ് നടത്തി നേതൃത്വം കൊടുക്കുകയോ ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാരല്ല ഈ കണക്കുണ്ടാക്കുന്നത്. ഈ കണക്കുണ്ടാക്കുന്ന ദുരന്ത നിവാരണ നിയമപ്രകാരം കേന്ദ്ര സർക്കാരിൻ്റെ ഉദ്യോഗസ്ഥന്മാർ അതിൻ്റെ മാനദണ്ഡ പ്രകാരം സംസ്ഥാന സർക്കാരിൻ്റെ ആവശ്യപ്പെട്ടു, നിങ്ങൾ തയ്യാറാക്കി തരൂ. അപ്പൊ തയ്യാറാക്കി തരുമ്പോൾ ചില കാര്യങ്ങൾക്ക് 100% പണം തരും. 100% പണം തരുന്നതിനാണ് ആക്ച്വൽസ് എന്ന് ക്ലെയിം ചെയ്യുന്നത്. ഞാൻ പറയട്ടെ സാർ, ഞാൻ പറഞ്ഞു കഴിഞ്ഞില്ല. അങ്ങനെയാണ് ചർച്ചയ്ക്ക് വരേണ്ട കാര്യമില്ല. കാരണം രാവിലെ ഞാൻ പറഞ്ഞ എന്താണ് ആക്ച്വൽസ്? ഞാൻ പറയട്ടെ, എനിക്കറിയാം. ഇന്നത്തെ കാര്യമില്ല ഹാഷ്മി. അനിൽ പറയുന്ന കാര്യം നിങ്ങൾ മറുപടി പറഞ്ഞില്ല. നിങ്ങൾക്ക് സംശയമില്ലെന്ന് ബ്രേക്ക് അല്ലല്ല ശ്രീ അൽകുമാർ, താങ്കൾ പറഞ്ഞത് പറഞ്ഞാൽ ചെലവായ തുകയല്ല. ഞാൻ പറയട്ടെ, ദുരന്ത നിവാരണ നിയമപ്രകാരം ഏതെങ്കിലും ഒരു ഹെഡിൽ മുഴുവൻ തുകയും കിട്ടാൻ സാധ്യതയുള്ളതിന് ആക്ച്വൽസ് എന്ന് പറയും. ആക്ച്വൽസ് ക്ലെയിം ചെയ്താൽ അത്രയും രൂപ ചെലവായെന്നല്ല, അതിൻ്റെ ബില്ല് അനുസരിച്ച് മുഴുവൻ തുകയും കേന്ദ്രം തരും. 7 കോടി ചോദിച്ചാൽ 12 കോടി ചോദിച്ചാൽ 12 കോടിയും തരുമെന്നല്ല, ബില്ല് എത്രയുണ്ടോ അവരെ തരും. ആക്ച്വൽസ് എന്ന് പറയുന്നത് മുഴുവൻ കിട്ടുന്ന ഐറ്റം. ബാക്കി എന്താണ്? ഒരു വീട് നഷ്ടപ്പെട്ടാൽ കേരളത്തിൽ നമ്മൾ ലൈഫ് മിഷന് വീട് കൊടുക്കുന്നതിന് 4 ലക്ഷം കേന്ദ്രം തരികയില്ല. 1,32,000 രൂപ പരമാവധി അവർ തരുള്ളൂ. അപ്പോൾ ആക്ച്വൽസ് ഇല്ല. ചിലതിന് 50% തരുള്ളൂ. അപ്പോൾ അത് വ്യവസ്ഥയായിട്ട് എഴുതാനാണ് ആക്ച്വൽസ് എന്ന് എഴുതിയെന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇവിടെ സത്യമായി നടന്ന കാര്യം എന്താണ്? ശരി, താങ്കൾ പറഞ്ഞു, ഞാൻ ഇടപെട്ടില്ല.